നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മോഡ്യൂളിലുള്ള 6th മോഡ്യൂളിലുള്ള 8253 അല്ലെങ്കിൽ 8254 എന്ന് പറയുന്ന ഒരു ഐസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എപ്പോഴും 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 8253 അല്ലെങ്കിൽ 8254ന്റെ ആർക്കിടെക്ചർ എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിനുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ഈ 8253 അല്ലെങ്കിൽ 8254 എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ ടൈമറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 8257 DMA കൺട്രോളർ ഐ സി ആണ്. അതുപോലെ നമ്മൾ ഇൻട്രപ്റ്റ് കൺട്രോളർ ഐ സി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പെരിഫറൽ കൺട്രോളർ ഐ സി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐ സിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അതുപോലെ ഒരു ഐ സി ആണ് എന്ത് 8253 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 8254. 8254 എന്ന് പറയുന്നത് 8253ന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് 8254. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇത് രണ്ടും സെയിം ഐ സി ആണ്. 8253ഉം 8254ഉം എന്താണ്? പ്രോഗ്രാമബിൾ ഇന്റർവെൽ ടൈമർ ആണ്. ഓക്കെ, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടിങ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. കൗണ്ടിങ് ഫംഗ്ഷൻ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണം കേട്ടോ, അങ്ങനെ തന്നെ ആവണമെന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്ലൂക്കോസ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുത്തിവെക്കുന്ന സമയത്ത് ഇപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഇത്ര ഡ്രോപ്പ് വീഴണം എന്നുള്ള രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതിപ്പോൾ അത് കുറച്ച് കൂട്ടി കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റിൽ ഒരു 20 ഡ്രോപ്പ് ആയിരിക്കും, കൂട്ടുമ്പം ചിലപ്പം 10 മിനിറ്റിൽ ചിലപ്പോൾ 30 ഡ്രോപ്പ് ആയിരിക്കും. അത് സെറ്റ് ചെയ്തപോലെയാണ്. അതുമാതിരി നമ്മൾ ഈ കൗണ്ടർ ഐ സി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടിങ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടൊക്കെ ചെയ്യേണ്ട കേസസ് ഒക്കെ ആയിരിക്കും. ആ കേസിലൊക്കെ നമ്മൾ എന്ത് ഐ സിസ് യൂസ് ചെയ്യാം? ഈ 8253 അല്ലെങ്കിൽ 8254 പ്രോഗ്രാമബിൾ ഇന്റർവെൽ ടൈമർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൗണ്ടിങ് ഫംഗ്ഷൻ ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ യൂസ് ചെയ്യുന്നത് 16-bit രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഓരോ കൗണ്ടറിനും 2 ഇൻപുട്ട് ഉണ്ടാവും. ആ ഇൻപുട്ട് ക്ലോക്കും ഗേറ്റും ആയിരിക്കും. അതിൻ്റെ അടുത്തൊരു പിൻ എന്ന് പറയുന്നത് ഔട്ട് പിന്നായിരിക്കും, ഔട്ട്പുട്ട് പിൻ. 2 ഇൻപുട്ട് പിന്നും ഒരു ഔട്ട്പുട്ട് പിന്നും ഉണ്ടാവുക. ആ ഇൻപുട്ട് പിന്നാണ് എന്ത്? ക്ലോക്കും ഗേറ്റും. ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് ഔട്ടാണ്. ഓക്കെ, 16-bit രജിസ്റ്റേഴ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ രജിസ്റ്റേഴ്സിലോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ആ വാല്യൂ ഇപ്പോൾ ഒരു 10 ആണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇത് ഈ ഒരു ഐ സി 10 വരെ കൗണ്ട് ചെയ്യും. നിങ്ങളൊരു 20 ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 20 വരെ കൗണ്ട് ചെയ്യും. ഓക്കെ, കൗണ്ടിങ് പേർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈമിംഗ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ ഐ സി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഈ ഒരു ഐ സിയിൽ 8253 എന്ന് പറയുന്ന ഐ സിയിൽ 3 കൗണ്ടർ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 കൗണ്ടർ ഉണ്ട്. കൗണ്ടർ 0, കൗണ്ടർ 1, കൗണ്ടർ 2. ഓക്കെ, it has a 3 independent 16-bit down counter. അതായത് 3 കൗണ്ടർ ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 കൗണ്ടർ ഉണ്ട്. 3ഉം 16-bit ഡൗൺ കൗണ്ടർ ആണ്. ദാറ്റ് മീൻസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക? ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് 100 ആണെങ്കിൽ തുടങ്ങും, 100 എന്ന് തുടങ്ങും, പിന്നെ 99, 98, 97 അങ്ങനെ ഡൗൺ ചെയ്തിട്ടാണ് കൗണ്ട് ചെയ്തത്. ലാസ്റ്റ് 0 ആകുമ്പോഴേക്കും അവസാനിക്കും. അതിപ്പോൾ എന്താ 100 സമയം അത് കൗണ്ടിങ് പേർപ്പസ് നടത്തി. ഓക്കെ, അപ്പോൾ 16-bit ഡൗൺ കൗണ്ടർ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ഒക്കെയാണ്, അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ കൗണ്ടർ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഐദർ ബൈനറി ഓർ BCD കൗണ്ട് ആയിട്ടാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 100, 99, 98 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡെസിമൽ കൗണ്ട് ആണ്. ഇതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ ബൈനറി കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ BCD കൗണ്ട് ആയിട്ട്. ബൈനറി കോഡഡ് ഡെസിമൽ ആയിട്ട്. ഇതൊക്കെ നിങ്ങൾ ഡിജിറ്റൽ പഠിച്ചതാണ്. എന്താണ് ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്? ഓക്കെ, ഇത് എല്ലാ മൈക്രോ പ്രോസസറിലും കോമ്പാറ്റബിൾ ആണ്. നിങ്ങളിപ്പോൾ 8086ന്റെ കൂടെയും യൂസ് ചെയ്യാം, 8085ന്റെ കൂടെയും യൂസ് ചെയ്യാം. ഈ മൈക്രോ പ്രോസസറിന്റെ കൂടെയൊക്കെ ഈ ഐ സി ഇന്റർഫേസിംഗ് ഐ സി 8253, 8254 എന്ന് പറയുന്നത് ഇന്റർഫേസിംഗ് ഐ സീസ് ആണ്. കണക്ട് ചെയ്യാം നമുക്ക്. മൈക്രോ പ്രോസസറിന്റെ കൂടെ കണക്ട് ചെയ്യുന്ന ഐ സീസ് ആണ് ഇന്റർഫേസിംഗ് ഐ സി. അതാണ് നമ്മൾ DMA കൺട്രോളറും പെരിഫറൽ ഇന്റർഫേസ് കൺട്രോളറും കീബോർഡ് കൺട്രോളറും ഒക്കെ എന്താണ്? ഇന്റർഫേസിംഗ് ഐ സീസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മൈക്രോ പ്രോസസറിന്റെ കൂടെയല്ലേ കണക്ട് ചെയ്യുന്നത്. ഐദർ 8086ന്റെ കൂടെയോ അല്ലെങ്കിൽ 8085ന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മൈക്രോ പ്രോസസറിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഇന്റർഫേസിംഗ് ഐ സീസ് കണക്ട് ചെയ്യും. ഓക്കെ, ഇത് എല്ലാ മൈക്രോ പ്രോസസറിന്റെ കൂടെയും കോമ്പാറ്റബിൾ ആണ്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എന്താണ്, ഇത്രയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. പിന്നെ 8254 പവർഫുൾ കമാൻഡ് റീഡ് ബാക്ക് കമാൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് 8254. പക്ഷെ 8253 അത് യൂസ് ചെയ്യുന്നില്ല.
ആ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ അത്രത്തോളം ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 8254 ഒരു പവർഫുൾ കമാൻഡ് ഉണ്ട്, അതാണ് റീഡ് ബാക്ക് കമാൻഡ്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് കൗണ്ട് വാല്യൂ ചെക്ക് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എത്രയായി എന്നൊക്കെ നോക്കാനായിരിക്കും, ഇപ്പൊ എത്ര കൗണ്ട് എത്രയായി, ആ ഒരു കേസസിനൊക്കെ ആയിരിക്കും റീഡ് ബാക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ 8254 അല്ലെങ്കിൽ 8253 എന്ന് പറയുന്ന ഒരു എന്താണ് കൗണ്ടിങ് ഐസീസ് ആണ്. അതിന് 3 16-ബിറ്റ് ഡൗൺ കൗണ്ടർ ആണുള്ളത്. അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഐദർ ബൈനറി ഓർ BCD കൗണ്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കോമ്പാക്റ്റബിൾ ടു ഓൾ എല്ലാ മൈക്രോ പ്രോസസറിനും ഇത് കോമ്പാക്റ്റബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ മൈക്രോ പ്രോസസറിലും നമുക്കിത് ഈ ഇന്റർഫേസിങ് ഐസീസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ 8253 ആൻഡ് 8254 ആണ്. ചോദിക്കണമെന്നൊന്നും ഇല്ല, പക്ഷെ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് പോവാം. 8253ഉം 8254ഉം എന്താണ് ടൈമിംഗ് ആൻഡ് കൗണ്ടിങ് ഐസീസ് ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ രണ്ടും എന്താണ് 8253 അഡ്വാൻസ്ഡ് വേർഷൻ ആണ് 8254 എന്ന് പറയുന്നത്. പക്ഷെ അഡ്വാൻസ്ഡ് വേർഷൻ ആണെങ്കിലും നിങ്ങളിപ്പം വാട്സപ്പ് ഒക്കെ പണ്ട് യൂസ് ചെയ്തത് പോലെയാണോ ഇപ്പോൾ ഉള്ള വേർഷൻ? കുറച്ച് മാറി വന്നില്ലേ, ഒരുപാട് ഫീച്ചേഴ്സ് മാറിയില്ലേ? അതുപോലെ തന്നെ 8253 ചെറിയൊരു വ്യത്യാസം വരുത്തിയപ്പോഴാണ് 8254 ആയത്. പക്ഷെ അതിന്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി ഒക്കെ സെയിം തന്നെ. 8253 ഇതൊക്കെ നോക്കിയാൽ മതി. ഫ്രീക്വൻസിന്റെ ഡിഫറൻസ് ഉണ്ടാവാം. പിന്നെ ഇത് എൻമോസ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എച്ച്മോസ് ടെക്നോളജീസ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിജിറ്റലിലൊക്കെ എൻമോസും സിമോസും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ എൻമോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടെക്നോളജി, ഇതിൽ എച്ച്മോസ് ആണ്. 8254 റീഡ് ബാക്ക് കമാൻഡ് അവൈലബിൾ ആണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റീഡ് ബാക്ക് കമാൻഡ് 8253 അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ റീഡും റൈറ്റും സെയിം കൗണ്ടർ കനോട്ട് ബി ഇന്റർലീവ്ഡ്. ഒരേ സമയത്ത് രണ്ട് സെയിം കൗണ്ടറിൽ റീഡും റൈറ്റും ഇന്റർലീവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 8254 സെയിം കൗണ്ടറിൽ റീഡും റൈറ്റും നമുക്ക് ഇന്റർലീവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനിയാണ് നമ്മൾ 8254 അല്ലെങ്കിൽ 8253ന്റെ ആർക്കിടെക്ചർ. ഇവിടെ 54 എന്ന് എഴുതിയിട്ടുള്ളൂ, ബാർ 53. ഓക്കെ, അപ്പോൾ 8254 അല്ലെങ്കിൽ 8253ന്റെ ആർക്കിടെക്ചർ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ ഡാറ്റാ ബസ് ബഫർ ഉണ്ടാവും, അത് D0 to D7. പിന്നെ റീഡ് ബാർ റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ടാവും. അതിൽ റീഡ് സിഗ്നൽ ഉണ്ട്, റൈറ്റ് സിഗ്നൽ ഉണ്ട്, A0 A1 ചിപ്പ് സെലക്ഷൻ. ഇതൊക്കെ ഏതാണ്ട് കുറേ ഐസീസിലൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൺട്രോൾ വേർഡ് രജിസ്റ്റർ, ഇതിന്റെ കൺട്രോൾ വേർഡ് രജിസ്റ്റർ എങ്ങനെയാണ്, ഇതിന്റെ കൺട്രോൾ വേർഡ് ഫോർമാറ്റ് എങ്ങനെയാണ്, അത് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ 3 കൗണ്ടേഴ്സ് ഉണ്ട്, 1 2 3. ഓക്കെ, അതുപോലെ ഓരോ കൗണ്ടറിനും 2 ഇൻപുട്ട് ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ഔട്ട്പുട്ട്. 2 ഇൻപുട്ടാണ് ക്ലോക്കും ഗേറ്റും, അതിന്റെ ഔട്ട്പുട്ടാണ് ഔട്ട്. ഓക്കെ, കൗണ്ട് 0 ആയതുകൊണ്ട് ക്ലോക്ക് 0 ഗേറ്റ് 0. ഓക്കെ, അപ്പൊ ഇത്രയാകാണ് ഇതിന്റെ ഇന്റേണൽ ആർക്കിടെക്ചറിൽ വരുന്നത്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന്റെ പിൻ ഡയഗ്രാം എന്ന് പറയുന്നത് 24 പിന്നാണ് 8253 അല്ലെങ്കിൽ 8254 യൂസ് ചെയ്യുന്നത്. പിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആർക്കിടെക്ചർ തന്നെ എഴുതിയാൽ മതി. കാരണം ആർക്കിടെക്ചറിലുള്ള D0 to D7 പിന്നും പിന്നെ ക്ലോക്ക് 0 ഔട്ട് 0 ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് എന്ത് പിന്നിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പിൻ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാലും ജസ്റ്റ് ഒരു 24 പിൻ അങ്ങ് വരക്കുക, ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ബാക്കി നമ്മൾ ആർക്കിടെക്ചറിൽ എന്താണോ പഠിക്കുന്നത് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഒരു 24 പിന്നാണ് 8253 അല്ലെങ്കിൽ 8254 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഡാറ്റാ ബസ് ബഫർ. ഡാറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, എല്ലാ ഐസീസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് ഇതും ഡാറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് ബഫർ ആണ്. ബൈ ഡയറക്ഷണൽ ആണ്, അത് നമുക്കറിയാം. ബൈ ഡയറക്ഷണൽ ആണ്, ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. ഇത് 8254 ആണ്. ഇനി ഇത് ഡാറ്റാ ബസ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ മൈക്രോ പ്രോസസറിലോട്ടാണ് കണക്ട് ചെയ്തത്. നമ്മൾ ഏത് മൈക്രോ പ്രോസസർ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ആ മൈക്രോ പ്രോസസറിലേക്കായിരിക്കും നമ്മൾ ഇതിന്റെ മറ്റേ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതൊരു ബൈ ഡയറക്ഷണൽ ആണ്. പിന്നെ അതൊരു ട്രൈ സ്റ്റേറ്റ് ആണ്, കാരണം 3 സ്റ്റേറ്റ് വരുന്നുണ്ട്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെന്താണ് ഒരു ഇംപിഡൻസ് സ്റ്റേറ്റ്. ജസ്റ്റ് അത്രയും ആലോചിച്ചാൽ മതി. ഇതൊരു ട്രൈ സ്റ്റേറ്റ് ആണ്, 8-ബിറ്റ് ആണ്, ബൈ ഡയറക്ഷണൽ ആണ്. ഇതൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. 8-ബിറ്റ് എന്ന് എഴുതാം, ബൈ ഡയറക്ഷൻ ആണ്, ട്രൈ സ്റ്റേറ്റ് ആണ്. പിന്നെ ഇതിന് 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഡാറ്റാ ബസ് ബഫറിന്റെ 3 ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 8254 അല്ലെങ്കിൽ 8253ന്റെ പ്രോഗ്രാമിംഗ് മോഡ്സ് ചെയ്യാം. അതായത് പ്രോഗ്രാമിംഗ് ദ മോഡ്സ്, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, സിലബസിൽ ഇല്ല. പക്ഷെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മോഡ്സ് നമ്മൾ നോക്കാം. 5 മോഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ദ മോഡ്സ് ഓഫ് 8253 ആൻഡ് 54.
ലോഡിംഗ് ദ കൗണ്ട് രജിസ്റ്ററിലേക്ക് വാല്യൂ ലോഡ് ചെയ്യുക എന്നുള്ളത്, ആൻഡ് റീഡിംഗ് ദ കൗണ്ട് വാല്യൂ. ഇത്രയൊക്കെയാണ് ഡാറ്റാ ബസ് ബഫറിന്റെ 3 ഫംഗ്ഷൻ. ഓക്കെ, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വലിയ സംഭവമായിട്ടൊന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതും അത്രയൊക്കെ ഉള്ളൂ. ഒരു ട്രൈ സ്റ്റേറ്റ് ആണ്, ബൈ ഡയറക്ഷണൽ ആണ്, 8-bit ബഫർ ആണ്. അതിന്റെ 3 ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ദ മോഡ്സ് ഓഫ് 8253 അല്ലെങ്കിൽ 54, ലോഡിംഗ് ദ കൗണ്ട് രജിസ്റ്റർ, റീഡിംഗ് ദ കൗണ്ട് വാല്യൂ. ഇതാണ് 3 ഫംഗ്ഷൻ. ഇനി റീഡ് ബാർ റൈറ്റ് ലോജിക്. റീഡ് ബാർ റൈറ്റ് ലോജിക്കിൽ നമുക്കറിയാം, ഇത് റീഡ് ബാർ റൈറ്റ് ലോജിക്കിൽ നിങ്ങൾ 5 സിഗ്നൽസ് കാണാം. ഇതിൽ ചിപ്പ് സെലക്ഷൻ എന്താണെന്നറിയാം, അത് പറഞ്ഞുതരാം. റീഡ് സിഗ്നൽ എന്തിനു വേണ്ടാ നമുക്കറിയാം, റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട്. അതായത് 8254 റീഡ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് നമുക്ക് റൈറ്റ് ചെയ്യാനും വേണ്ടി. അതായത് റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും പേർപ്പസ് ഓൾറെഡി നമ്മൾ പലതിലും പഠിച്ചു കഴിഞ്ഞതാണ്. അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈക്രോ പ്രോസറുമായിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്ന. ആ മൈക്രോ പ്രോസറിന് വാല്യൂസ് റീഡ് ചെയ്യാനും അതിലേക്ക് വാല്യൂസ് റൈറ്റ് ചെയ്യാനും ഒക്കെയാണ് റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ആക്റ്റീവ് ലോ ആണ്. കാരണം ആക്റ്റീവ് ലോ ആയിരിക്കുന്ന സമയത്താണ് ഇത് ഫംഗ്ഷൻ ചെയ്യുക, കാരണം റീഡ് ബാർ ആണ്. ഓക്കെ, ഇനി A0 A1 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻ ആണ്. അതെന്താ നമുക്ക് നോക്കാം. അഡ്രസ് ലൈൻ ആണ് A0 A1ഉം. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. അത് A0 A1 00 ആണെങ്കിൽ ഏത് കൗണ്ടർ ആണ് സെലക്ട് ചെയ്യുക? 0 എന്ന് പറയുന്ന കൗണ്ടർ ആണ് സെലക്ട് ചെയ്യുക. 01 ആണെങ്കിൽ കൗണ്ടർ 1 ആണ് സെലക്ട് ചെയ്യുക. 10 ആണെങ്കിൽ കൗണ്ടർ 2. ഇനി 11 ആണെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആണ് സെലക്ട് ചെയ്യുക. ഓക്കെ, A0 A1 എന്ന് പറയുന്ന പിൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കൗണ്ടർ ആണ് സെലക്ട് ചെയ്യുന്നത് മനസ്സിലാൻ പറ്റും. ഞാൻ പറഞ്ഞു 3 കൗണ്ടേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ ആർക്കിടെക്ചറിൽ ഒരു കാര്യം കൂടെ കാണാം, കൺട്രോൾ വേർഡ് രജിസ്റ്റർ. ഓക്കെ, ഇതിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കൗണ്ടർ ആണോ ഈ കൗണ്ടർ ആണോ അല്ലെങ്കിൽ ഇതാണോ അല്ലെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആണോ സെലക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഇത് A1 A0ന്റെ വാല്യൂ 00 ആണെങ്കിൽ കൗണ്ടർ 0, 01 ആണെങ്കിൽ കൗണ്ടർ 1, 10 ആണെങ്കിൽ കൗണ്ടർ 2, 11 ആണെങ്കിൽ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആയിരിക്കും സെലക്ട് ചെയ്യുക. XX ആണെങ്കിൽ ഒരു സെലക്ഷനും ഇല്ല. അപ്പൊ ഇതാണ് A0 A1നെ പറ്റി എഴുതേണ്ടത്. ഇനി അടുത്തത് നമ്മൾ കൺട്രോൾ വേർഡ് രജിസ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇതില് കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ നമ്മൾ പിൻ സെലക്ഷന്റെ കേസ് നമ്മൾ പറഞ്ഞു. കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ A1 എന്ന് പറയുന്ന പിന്നും A0 എന്ന് പറയുന്ന പിന്നും 11 ആണെങ്കിൽ മാത്രമേ കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് രജിസ്റ്റർ ഈസ് ആക്സസ്ഡ് വെൻ ലൈൻ A0 ആൻഡ് A1 ആർ അറ്റ് ലോജിക് 1 ആണെങ്കിൽ മാത്രമാണ് കൺട്രോൾ വേർഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നത്. ഇനി ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ കൺട്രോൾ വേർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കൺട്രോൾ വേർഡിന്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ഈ ഒരു കൺട്രോൾ വേർഡിന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, ഏത് കൗണ്ടറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴെന്നുള്ളതും അതുമാതിരി എന്താണ് ആ കൗണ്ടർ ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കണ്ടോ ഇതാ മോഡ്, അതിൽ ഏത് മോഡിലാണ് ആ കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ അത് ഏത് BCD കൗണ്ട് ആണോ അല്ലെങ്കിൽ ബൈനറി കൗണ്ട് ആണോ. BCD ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ BCD തന്നെ അത് ഹെക്സാഡെസിമൽ കൗണ്ട് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ BCD കൗണ്ട് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് ഏത് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലാണ്, കൺട്രോൾ വേർഡ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക. ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഇൻഫോർമേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇപ്പോൾ ആ IC ഏത് കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്, അതായത് കൗണ്ടർ 1 ആണോ കൗണ്ടർ 0 ആണോ കൗണ്ടർ 2 ആണോ നമുക്ക് മനസ്സിലാവും. അതുമാതിരി അത് ഏത് BCD ഓപ്പറേഷൻ ആണ്, ഹെക്സാഡെസിമൽ ആയിട്ടാണോ അത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ BCD ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, മോഡ് 0 ആണോ മോഡ് 1 ആണോ മോഡ് 2 ആണോ മോഡ് 3 ആണോ മോഡ് 4 ആണോ. അപ്പൊ ഈ ഒരു കൺട്രോൾ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ എന്തിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്, കൺട്രോൾ വേർഡ് രജിസ്റ്ററിലാണ്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് എവിടെയാണ്, കൺട്രോൾ വേർഡ് രജിസ്റ്ററിലാണ് എഴുതിയിരിക്കുക. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു കൺട്രോൾ വേർഡിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ചോദിക്കാം കൺട്രോൾ വേർഡ് ഫോർമാറ്റിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ കൺട്രോൾ വേർഡ് രജിസ്റ്ററിലാണ് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിരിക്കുക. ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസിന് അനുസരിച്ചായിരിക്കും എന്ത് വർക്ക് ചെയ്യുന്നുണ്ടാവുക, ആ IC വർക്ക് ചെയ്യുന്നത്. അത് ഏത് കൗണ്ടർ യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ
കൗണ്ടർ 0 ആയിട്ടാണോ കൗണ്ടർ 0 ആണോ ഇപ്പൊ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൗണ്ടർ 1 ആണോ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൗണ്ടർ 2 ആണോ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുന്നത് എന്ത് നോക്കിയിട്ടാണ്? കൺട്രോൾ വേർഡ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലാണ് മനസ്സിലാവുക. ഓക്കെ, അതുമാതിരി നമ്മൾ ആ കൗണ്ടിങ് ഓപ്പറേഷൻ BCD ആയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുന്നതും ആ കൺട്രോൾ വേർഡ് രജിസ്റ്ററിലെ ഇൻഫർമേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്ററിലാണ് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നത്. കൺട്രോൾ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് മനസ്സിലാവുന്നത്. ഓക്കെ, കൺട്രോൾ വേർഡ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞിട്ടാണ് നമുക്കത് ഏത് ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുക. ഓക്കെ, ആ കൺട്രോൾ വേർഡ് രജിസ്റ്റർ ആണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ A0 A1ന്റെ ഇത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അതുമാതിരി തന്നെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം, അതായത് ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എന്താണ്, ഇപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൗണ്ടർ വർക്ക് ചെയ്യുന്നുള്ളത്. ആ കൗണ്ടർ എങ്ങനെയാണ് എന്നുള്ള കാര്യം, വാരിയസ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇവിടെ ചിപ്പ് സെലക്ഷൻ നമ്മൾ പറഞ്ഞു ചിപ്പ് സെലക്ഷൻ ആക്റ്റീവ് ലോ ആണ്. അങ്ങനെയാണെങ്കിൽ 0 ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ചിപ്പ് വർക്ക് ചെയ്യുക. അതായത് 8253 അല്ലെങ്കിൽ 8254 എന്ന് പറയുന്ന ചിപ്പ് വർക്ക് ചെയ്യുക ചിപ്പ് സെലക്ഷൻ ആക്റ്റീവ് ലോ ആണെങ്കിലാണ്. ഓക്കെ, ഇതിപ്പോൾ ആക്റ്റീവ് ലോ ആണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ 0 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. 1 ആണെങ്കിൽ നമ്മുടെ 8253 എന്ന് പറയുന്ന IC വർക്ക് ചെയ്യില്ല. ഓക്കെ, 8253 എന്ന് പറയുന്ന IC വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ചിപ്പ് സെലക്ഷൻ അതിന്റെ പിൻ എപ്പോഴും എന്തായിരിക്കണം, ആക്റ്റീവ് ലോ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് 8253 എന്ന് പറയുന്ന ചിപ്പിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ലോ ആണെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് ഇതെല്ലാം 0. ഇനി റീഡ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിന്റെ പിന്നെ 0 ആയിരിക്കും. റീഡ് ബാർ ആണ്. സോ ഇവിടെ നിങ്ങോട്ടാണ് റീഡിങ് ആക്റ്റീവ്. സോറി, ഇത് 0 ആണ്. ഓക്കെ, ഈ സമയത്തൊക്കെ റീഡ് നടക്കില്ല, കാരണം ഇതൊക്കെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ആണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ അത് 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് റീഡ് നടക്കുന്നതുകൊണ്ട് റൈറ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, റീഡ് ബാർ ആണ്, റൈറ്റ് ബാർ ആണ്. സോ എവിടെയാണോ 0 വരുന്നത് അപ്പോൾ മാത്രമേ റീഡ് സിഗ്നൽ നമുക്ക് ആക്റ്റീവ് ആവും, എവിടെയാണോ 0 വരുന്നത് അപ്പോൾ മാത്രമേ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആവും. ഇനി A1 A0 അഡ്രസ് ലൈൻസ് ആണ്. ഓക്കെ, 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 ആണെങ്കിൽ കൗണ്ടർ 0 ആണെന്നുള്ളത്, 01 ആണെങ്കിൽ കൗണ്ടർ 1, 10 ആണെങ്കിൽ കൗണ്ടർ 2. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 0 ആദ്യം നോക്കുക, A1ന്റെ വാല്യൂ 0 ആണ്, A0ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ ഏത് കൗണ്ടർ ആണ് വർക്ക് ചെയ്യുക? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0 ആണെങ്കിൽ കൗണ്ടർ 0 ആയിരിക്കും ആക്റ്റീവ്. ഓക്കെ, അപ്പോൾ 0 ആണ്. അപ്പോൾ എന്തായിരിക്കും, കൗണ്ടർ 0 ആയിരിക്കും. 0 ആണെങ്കിൽ എന്താണ് നടക്കുക? ഇവിടെ നോക്കിയാൽ റൈറ്റ് കൗണ്ടർ 0. കൗണ്ടർ 0യിലോട്ട് റൈറ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് റൈറ്റ് ഓപ്പറേഷൻ ആയത്? ഇവിടെ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ കൗണ്ടർ 0യിലോട്ട് എന്താ നടക്കുന്നത്? റൈറ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടർ 0യിലോട്ട് റൈറ്റ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ A1 A0 0 ആയിരിക്കണം. കാരണം കൗണ്ടർ 0 സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും 0 ആണെങ്കിൽ മാത്രമേ നടക്കൂ. ഇവിടെ റൈറ്റ് പിന്നെ 0 ആയതുകൊണ്ട് റൈറ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത് കൗണ്ടറിലോട്ട്. ഓക്കെ, ഇനി അടുത്തത് 01 ആണെങ്കിൽ എന്താ നടക്കുക? A1 A0 പിന്നെ 01 ആണെങ്കിൽ എന്താണ്, കൗണ്ടർ 1 ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇതിലെന്താണ്, കൗണ്ടർ 1ലോട്ട് റൈറ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്, കാരണം 0 ആയതുകൊണ്ട്. ഇനി 10 ആണെങ്കിൽ എന്താണ്, കൗണ്ടർ 2ലോട്ട് റൈറ്റ് ഓപ്പറേഷൻ. 11 ആണെങ്കിൽ കൗണ്ടർ ആണോ? അല്ല, കൺട്രോൾ വേർഡിലോട്ട് റൈറ്റ് ഓപ്പറേഷൻ. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചോറിയൽ, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് A1 A0 പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് കൗണ്ടർ ആണെന്ന് മനസ്സിലാവും. ആ കൗണ്ടറിലോട്ട് റൈറ്റ് ആണോ അല്ലെങ്കിൽ ആ കൗണ്ടറിലോട്ട് റീഡ് ആണോ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് അപ്പൊ എന്താണ്, 00 ആണെങ്കിൽ കൗണ്ടർ 0 ആണ്, 01 ആണെങ്കിൽ കൗണ്ടർ 1 ആണ്, 10 ആണെങ്കിൽ കൗണ്ടർ 2 ആണ്. ഓക്കെ, 11 ആണെങ്കിൽ കൺട്രോൾ വേർഡ് ആണ്. ഓക്കെ, കൺട്രോൾ വേർഡ് അല്ലെങ്കിൽ കൗണ്ടറിലോട്ട് എന്താണ്, റൈറ്റിംഗ് ആണോ റീഡിംഗ് ആണോ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം 0 ആണെങ്കിൽ കൗണ്ടറിലോട്ടൊക്കെ റൈറ്റിംഗ് ആണ് നടക്കുന്നത്, കൺട്രോൾ വേർഡിലോട്ടും റൈറ്റ് നടക്കും. ഇനി അടുത്തത് അതുപോലെ റീഡിംഗ് നടക്കണ്ടേ? സോ എന്താണ്, 00 ഫസ്റ്റ് 0 കൗണ്ടർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് റീഡ് ഓപ്പറേഷൻ ആണ് കൗണ്ടർ 0ലോട്ട്. ആ സമയത്ത് റൈറ്റ് എന്തായിരിക്കും, ആക്റ്റീവ് ഹൈ ആയിട്ട് കാണിക്കണം, കാരണം ഒറ്റ ടൈം ഒന്നേ നടക്കും. 01 ആകുമ്പോൾ കൗണ്ടർ 1ലോട്ട് റീഡിങ്, 10 ആണെങ്കിൽ കൗണ്ടർ 1ലോട്ട് റീഡിങ്. ഓക്കെ, 11 ആണെങ്കിൽ നോ ഓപ്പറേഷൻ ആണ്, കാരണം കൺട്രോൾ വേർഡ് രജിസ്റ്ററിലോട്ട് റീഡിംഗ് എന്ന് പറയുന്ന ഒരു പേർപ്പസ് നടക്കുന്നില്ല. കൺട്രോൾ വേർഡ് രജിസ്റ്ററിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യും, എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റ് ചെയ്യാം.
ഓക്കെ, അതിൽ നിന്ന് റീഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കൺട്രോൾ വേർഡിൽ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലോട്ട് റൈറ്റിംഗ് മാത്രമേ നടക്കേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന് റീഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് അത് നോ ഓപ്പറേഷനായി മാറിയത്. ബാക്കിയൊക്കെ എന്താ വരുന്നത്? ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, ഇത് റീഡും റൈറ്റും 1 ആണെങ്കിൽ എന്താണ്, നോ ഓപ്പറേഷൻ ആണ്. പിന്നെ ചിപ്പ് സെലക്ഷൻ 1 ആണെങ്കിൽ ഡിസേബിൾഡ് ആണ്, കാരണം ട്രൈ സ്റ്റേറ്റ് ആണ്, കാരണം ചിപ്പ് സെലക്ട് ചെയ്തിട്ടില്ല, ഒരു ഓപ്പറേഷൻ നടക്കില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കുക, ഓരോ കൗണ്ടർ സെലക്ട് ചെയ്ത് നോക്കുക, അതുപോലെ അതിന്റെ റീഡും റൈറ്റിന്റെ സിഗ്നൽ എഴുതുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓരോ കൗണ്ടറിലും റീഡിംഗ് നടക്കുന്ന കേസസും ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ കൗണ്ടറിലും റൈറ്റിംഗ് നടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ബിറ്റിന്റെ കാര്യം വരുന്നത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ വേർഡ് ഫോമാറ്റ് ആണ്. കൺട്രോൾ വേർഡ് ഫോമാറ്റ് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ പഠിച്ചു വെക്കാം. അതൊരു 8-bit രജിസ്റ്റർ ആണ്. അതിൽ D0 എന്ന് പറയുന്നത് BCD ആണ്, പിന്നെ M0, M1, M2, പിന്നെ RL0, RL1, SC0, SC1. ഇതിൽ ഓരോന്നും എന്താന്ന് നോക്കാം. ഇതിലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി പോവാം. ഇതിൽ BCD, അത് നമുക്ക് BCD നോക്കാം. ഈ പിന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് ഹെക്സാഡെസിമൽ കൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് കൗണ്ടിങ് ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഹെക്സാഡെസിമൽ ആയിട്ടാണ്. ഇതിൽ ബൈനറി ഓർ BCD കൗണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിൽ ഹെക്സാഡെസിമൽ കൗണ്ട് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ഒരു IC-യിൽ ഇതിന്റെ വാല്യൂ നിങ്ങൾ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ ആ IC എന്തായിട്ടാണ് കൗണ്ടിങ് പെർഫോം ചെയ്യുന്നത്? ഹെക്സാഡെസിമൽ ആയിട്ടാണ്. ദാറ്റ് മീൻസ് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ പോയിട്ട് 10 കഴിഞ്ഞാൽ A, പിന്നെ B, C, D അങ്ങനെ വന്നിട്ട് F വരെ കൗണ്ട് ചെയ്യും. അതിനുശേഷമാണ് പിന്നെ 10 ആവുക, 11 ആവുക, 12 ആവുക. നമ്മൾ ഡെസിമലിന് പകരം എന്തായിട്ട് വർക്ക് ചെയ്യും? കൗണ്ടിങ് ഹെക്സാഡെസിമൽ ആയിട്ട് വർക്ക് ചെയ്യും. ഇത് 0 ആണെങ്കിൽ. ഇനി ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിൽ BCD കൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബൈനറി കോഡഡ് ഡെസിമൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെയുള്ള ഇതിന്റെ വാല്യൂവിന് 0 ആണോ 1 ആണോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ കൗണ്ടറും ഏത് കൗണ്ടിങ് രീതിയിലാണ് കൗണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഹെക്സാഡെസിമൽ കൗണ്ട് ഓർ BCD കൗണ്ട്. ഇനി ഇവിടെ കണ്ടോ M0, M1, M2. ഞാൻ പറഞ്ഞു 8253 അല്ലെങ്കിൽ 8254 എന്ന് പറയുന്ന IC-യിൽ 6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, 6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഏത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് എന്ന് തീരുമാനിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. M2, M1, M0. 00 ആണെങ്കിൽ മോഡ് 0, 001 ആണെങ്കിൽ മോഡ് 1, ഇനി X10 ആണെങ്കിൽ മോഡ് 2, 11 ആണെങ്കിൽ മോഡ് 3, 100 ആണെങ്കിൽ മോഡ് 4, 101 ആണെങ്കിൽ മോഡ് 5. ഇതാണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പിന്നിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇനി RL1 ആൻഡ് RL0, അത് 00 ആണെങ്കിൽ ലാച്ച് കൗണ്ടർ ഫോർ ഓൺ ദ ഫ്ലൈ റീഡിങ്. ഓക്കെ, ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതെന്താ, നമുക്ക് നമ്മൾ അത്രയും ഡീറ്റെയിൽസിലോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. 00 ആണെങ്കിൽ ലാച്ച് കൗണ്ടർ ഫോർ ഓൺ ദ ഫ്ലൈ റീഡിങ്, ജസ്റ്റ് ഇത് എഴുതിയാൽ ലാച്ച് കൗണ്ടർ എന്ന് എഴുതിയാൽ മതി. ഇനി 01 ആണെങ്കിൽ എന്താണ്, റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്സ് ഓൺലി. അതായത് LSB മാത്രം റീഡ് ഓർ ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ റീഡ് ഓർ റൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റീഡ് ഓർ റൈറ്റ് LSB ബൈറ്റ് ഓൺലി. 10 ആണെങ്കിൽ MSB ഓൺലി. റീഡിങ് റൈറ്റിംഗ് എന്താണ്, LSB ഓർ MSB മാത്രമേ നടക്കും 10 ആണെങ്കിൽ. 11 ആണെങ്കിൽ ആദ്യം LSB റീഡ് ചെയ്യും, എന്നിട്ട് അതിന് ശേഷം MSB റീഡ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ കൗണ്ടിങ് പേർപ്പസ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ LSB ബിറ്റ് ബൈറ്റ് മാത്രമായിരിക്കും. 01 ആണെങ്കിൽ റീഡ് ഓർ റൈറ്റ് നടക്കുക. 10 ആണെങ്കിൽ എന്താണ്, MSB മാത്രമായിരിക്കും. 11 ആണെങ്കിൽ LSBയും അതിനുശേഷം MSBയും റീഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് SC1 ആൻഡ് SC0. 00 ആണെങ്കിൽ കൗണ്ടർ 0 സെലക്ട് ചെയ്യും, 01 ആണെങ്കിൽ കൗണ്ടർ 1 സെലക്ട് ചെയ്യും, 10 ആണെങ്കിൽ കൗണ്ടർ 2, 11 ആണെങ്കിൽ ഇല്ല. ഓക്കെ, ഇതാണ് കൺട്രോൾ വേർഡ് ഫോമാറ്റ്. ഇത് ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇത്രയും സാധനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കൗണ്ടർ ആണ് സെലക്ട് ചെയ്തത്. കൗണ്ടർ 1 ആണോ 2 ആണോ 3 ആണോ നമുക്ക് മനസ്സിലാവും. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസിന്റെ LSB ആണോ MSB ആണോ സെലക്ട് ചെയ്യുന്നത്. ഒരു 8-bit ആണെങ്കിൽ അതിൽ 4-bit MSBയും ബാക്കിയുള്ള 4-bit LSBയും അല്ലേ, അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അതുമാതിരി തന്നെ ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ ഒരു 16-bit ആണ് കൊടുത്തതെങ്കിൽ ആ 16-bit LSB മാത്രമാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MSB മാത്രമാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ LSBയും അത് കഴിഞ്ഞിട്ട് MSBയും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി 8254 ഏത് മോഡാണ് സെലക്ട് ചെയ്യുന്നത്, മോഡ് 0-ലാണോ മോഡ് 1-ലാണോ എന്ന് മനസ്സിലാവുന്നത് ഈ ബിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ആ കൗണ്ടിങ് പേർപ്പസ് ഹെക്സാഡെസിമൽ കൗണ്ട് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ BCD ആയിട്ടാണോ എന്ന് എന്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൽ ഒരു സാധനം എഴുതാൻ ഞാൻ വിട്ടു. ലാസ്റ്റ് ഈ ആർക്കിടെക്ചറിൽ എന്താണ് അടുത്തത്, ഡാറ്റാ ബസ് ബഫർ നമ്മൾ പഠിച്ചു, റീഡ് ബാർ റൈറ്റ് ലോജിക് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു, കൺട്രോൾ വേർഡ് രജിസ്റ്റർ കണ്ടു,
കൺട്രോൾ വേർഡ് രജിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും കാര്യങ്ങൾ എഴുതണം, ഈ പറഞ്ഞതൊക്കെ എഴുതണം, ഇതും എഴുതണം, പിന്നെ എന്താണ് ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഓക്കെ, കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിനൊക്കെ ചോദിക്കുക, ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇനി ഇതില് പഠിക്കാൻ ബാക്കിയുള്ള സാധനം അത് എഴുതാൻ ഇതില് വിട്ടുപോയതാണ്. ഒന്നുമില്ല, 3 കൗണ്ടേഴ്സ് ഉണ്ട്. അതായത് ആർക്കിടെക്ചറിൽ കൗണ്ടർ 0 ഉണ്ട്, കൗണ്ടർ 1 ഉണ്ട്, കൗണ്ടർ 2 ഉണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ എഴുതണം. PPTയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടതാണ്. കൗണ്ടർ 0, കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് കൗണ്ടേഴ്സ് ആണല്ലോ. നമ്മൾ ഡാറ്റാ ബസ് സ്റ്റോർ കഴിഞ്ഞു, റീഡ് ബാർ റൈറ്റ് ലോജിക് കഴിഞ്ഞു, കൺട്രോൾ വേർഡ് രജിസ്റ്റർ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? കൗണ്ടേഴ്സ് ആണ്. ആ കൗണ്ടേഴ്സ് ഹെഡിങ് എഴുതുക. കൗണ്ടേഴ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറയാം. കൗണ്ടേഴ്സ് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? കൗണ്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു 3 ഇൻഡിപെൻഡന്റ് കൗണ്ടേഴ്സ് ഉണ്ട് എന്ന് എഴുതുക. ഓരോന്നും എന്താണ് 16 ബിറ്റ് ഡൗൺ കൗണ്ടർ ആണെന്ന് പറയാം. ആ 16 ബിറ്റ് ഡൗൺ കൗണ്ടർ BCD ആയിട്ടും ബൈനറി ആയിട്ടും ഹെക്സാഡെസിമൽ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെ എഴുതണം? 3 കൗണ്ടർ ഉണ്ട്. കൗണ്ടർ 16 ബിറ്റ് ഡൗൺ കൗണ്ടർ ആണ്. ആ കൗണ്ടറിൽ അത് BCD ആയിട്ടും ഹെക്സാഡെസിമൽ ആയിട്ടും ബൈനറി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തും കൂടെ പറയണം? ഓരോ കൗണ്ടറിലും 2 ഇൻപുട്ടുകൾ ഉണ്ട്, ഗേറ്റും ക്ലോക്കും. പിന്നെ എന്തുണ്ട്? ഒരു ഔട്ട്പുട്ടും ഉണ്ട്, അതാണ് ഔട്ട്. ഓക്കെ, ഓരോ കൗണ്ടറിലും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി കൗണ്ടറിന്റെ കേസ്. അത് നോട്ട് ചെയ്യണം, ഞാൻ വിട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ 8253 ആർക്കിടെക്ചർ കഴിഞ്ഞു. ഇതോടുകൂടെ നമ്മുടെ 6th മോഡ്യൂൾ കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ആ 6 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ചോദിച്ചത് കണ്ടില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്പറേഷണൽ മോഡ് ചോദിച്ചിട്ടുണ്ട് ഒരു 4 മാർക്കിന്. അതുകൊണ്ട് തന്നെ അതൊരു PPT ഞാൻ അയച്ചു തരാം. ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, അത് അടുത്ത ക്ലാസ്സിൽ അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓരോ മോഡ്സും ഏത് മോഡ്സിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം.